നാട്ടിലെത്തിയ അമ്പലത്തിലെ പോക്ക് അത് നിർബന്ധ. അമ്പലത്തിലേക്ക് ഇറങ്ങിപ്പോ വിചാരിച്ചില്ലേ വലിയൊരു ധനനഷ്ടത്തിനെയും കൊണ്ടിട്ടാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോണത് കേട്ടാ. പോണ വഴിക്ക് അച്ഛനെ കണ്ടു. അച്ഛനെ പിടിച്ച് നേരെ കടയിലും കയറ്റി അവിടുന്ന് 2 ബോളും കൊണ്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി. പിന്നെയുള്ള കാര്യം നിങ്ങൾക്ക് ഊഹിക്കാലോ. ബോളിന്റെ കൂടെ ഉരുണ്ട് 10 മിനിറ്റിന്റെ അമ്പലത്തേക്ക് ഞങ്ങൾ എത്തിയത് 3/4 മണിക്കൂർ എടുത്തിട്ടായിരുന്നു. അമ്പലത്തിലെത്തി തൊഴുത് പ്രസാദമൊക്കെ മേടിച്ചതിന് ശേഷം നമ്മുടെ കണ്ണൻ്റെ അടുത്തേക്കും പോയി. അവിടെ ഒന്നും പോയിട്ട് പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അടുത്ത ധനനഷ്ടത്തിൻ്റെ ഇത് അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയെന്ന് അപ്പോഴാണ് മനസ്സിലായത്. കുറച്ചുകൂടി അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് നടന്നപ്പോഴാണ് പോണ പോക്കിൽ അവൻ എന്തൊക്കെയോ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിൽക്കണ കണ്ടു. ചുറ്റിനൊരു നോട്ടവും പിന്നെ ഒരു ഓട്ടമായിരുന്നു. ഓടിപ്പോയിരുന്നത് ബലൂണിൻ്റെ അടുത്തായിരുന്നത് കൊണ്ട് അത് മേടിക്കാതെ പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല. നമുക്ക് ഉറപ്പുള്ളത് കൊണ്ടും അതും മേടിക്കേണ്ടി വന്നു. അതിലും നിന്നില്ല, തൊട്ടപ്പുറത്തെ കടയിൽ കയറി. അങ്ങനെ പ്രസാദത്തിൻ്റെ വായിലേറെ ഇതും കൊണ്ടുവരണ്ടേ നമ്മൾ ഒരു കിഴികിറ്റും കൊണ്ടാ വരണത്. നേരെ ജോസാറിൻ്റെ കടയിലേക്ക് പിന്നെ ഞങ്ങൾ രാവിലെ ഇറങ്ങി. ഉച്ചയ്ക്കാണ് വീട്ടിലെത്തിയത്.